മാഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം. ഞാൻ RJ അവന്തിക 7th C. വീണ്ടും ഒരു മഴ അവധി കിട്ടിയല്ലേ കൂട്ടുകാരെ. പരീക്ഷ എത്താറായി. നമ്മുടെ പഠന ദിവസങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. എന്നാലും നമ്മൾ പഠനത്തിൽ ഒട്ടും പിന്നോട്ട് പോകരുത്. എല്ലാ ദിവസവും സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ടീച്ചേഴ്സ് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം വായിച്ചു നോക്കണം, പഠിക്കണം. ഇന്നലെ നിങ്ങൾ അവധി കിട്ടിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? അസൈൻമെന്റുകൾ ചെയ്തിട്ടുണ്ടാകും, എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ടുമുണ്ടാകും. സ്വാതന്ത്ര്യദിന ക്വിസിനുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? പിന്നെ ഇന്നലെ നമ്മൾ സഡാക്ക് കൊക്ക് ഉണ്ടാക്കിയില്ലേ? ഇന്നത് എല്ലാവരും ക്ലാസ്സിൽ കൊണ്ടുവന്നോ? എന്താണ് സഡാക്ക് കൊക്കുകൾ? ഒറിഗാമി കൊക്കുകളാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിനു പിന്നിലുള്ള കഥ എന്താണെന്ന് അറിയാമോ? ഈ കഥ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും, പലർക്കും അറിയുന്നുണ്ടാവില്ല. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. കഥ പറയാൻ നമ്മളുടെ കൂടെ 7th Dയിലെ സാഫിയ നസൂഹ ചേരുന്നു. സഡാക്കോ സസാക്കി. ഹിരോഷിമയിൽ അമേരിക്കയുടെ അണുബോംബ് സ്ഫോടനത്തിന് ഇരയായ ഒരു ജാപ്പനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. 1943 ജനുവരി 7 അവളുടെ ജനനം. ബോംബുകൾ വീഴുമ്പോൾ അവൾക്ക് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സ്ഫോടനത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി അവൾ രക്ഷപ്പെട്ടിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന സഡാക്കോ സ്കൂളിലെ മികച്ച ഓട്ടക്കാരികളിൽ ഒരാളായി വളർന്നു. 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ സഡാക്കോ ഗ്രൗണ്ടിൽ തളർന്നു വീണു. ആശുപത്രിയിലെത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമായപ്പോഴാണ് അണുവികരണം ഏറ്റത് മൂലമുള്ള രക്താർബുദം സഡാക്കോവിനെ കീഴടക്കി കഴിഞ്ഞെന്ന് മനസ്സിലായത്. അണുബോംബ് വിസ്ഫോടനത്തെ അതിജീവിപ്പിച്ച് യാതന അനുഭവിച്ചു വരുന്ന വ്യക്തികളെയാണ് ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഡാക്കോ മറ്റൊരു ഹിബാക്കുഷ ആയി. ആശുപത്രിയിൽ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരികൾ ഒപ്പം നിന്നു. അവരാണ് കടലാസ് കൊക്കുകളെ പറ്റി സഡാക്കോയോട് പറഞ്ഞത്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതിയാണെന്ന് ജപ്പാൻകാരുടെ വിശ്വാസം. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്ന് 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ചു. പക്ഷേ 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. 1955 ഒക്ടോബർ 25 സഡാക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു. 1000 കൊക്കുകൾ പൂർത്തീകരിക്കുവാൻ വേണ്ട 356 കൊക്കുകളെ കൂടി സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കി. അവയെല്ലാം അവളോടൊപ്പം ദഹിപ്പിച്ചു. സഡാക്കോയുടെ മരണം നടുക്കിയ അവളുടെ കൂട്ടുകാരും അധ്യാപകരും അവൾക്ക് ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു. ജപ്പാനിലും പുറത്തുമുള്ള വിദ്യാർത്ഥികളും കൂടി സഹകരിച്ചപ്പോൾ യുദ്ധക്കെടുതിക്കെതിരായ നിത്യസ്മാരകമായി സ്വർണ്ണക്കൊക്കിനെയും കയ്യിലേന്തി നിൽക്കുന്ന സഡാക്കോയുടെ പ്രതിമ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിക്കാനായി. This is our cry, this is our prayer, peace in the world എന്ന പ്രതിമയുടെ താഴെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സഡാക്കോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോക സമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. താങ്ക് യു സഫിയ. യുദ്ധങ്ങൾ എത്ര മനുഷ്യ ജീവനുകളാണ് ഇല്ലാതാക്കുന്നത്, എത്ര കുട്ടികളെയാണ് അനാഥരാക്കിയത്. ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. ആണവായുധങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ശ്രദ്ധ ഉണ്ടാവണം. യുദ്ധം കേവലം ഒരു രാജ്യത്തിന് മാത്രമല്ല, മാനവരാശിക്ക് തന്നെ ആപത്താണ്. സമാധാനം പുലരട്ടെ. കൂട്ടുകാരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ശരി ഉത്തരം ദിവ്യ ദേശ്മുഖ്. ശരിയുത്തരം എഴുതിയിട്ടവരിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാത്തിരുന്ന നിമിഷം. സമ്മാനം നേടിയത് ആരാണെന്ന് നമ്മളോട് പറയാൻ ആദരണീയനായ പ്രധാന അധ്യാപിക സിസ്റ്റർ ശോഭിത AC നമ്മുടെ കൂടെയുണ്ട്. സിസ്റ്റർ, ആർക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട കുട്ടികളെ, കറണ്ട് ക്ലിക്സിൽ കഴിഞ്ഞയാഴ്ച ചോദിച്ച ചോദ്യത്തിന് നിരവധി കുട്ടികൾ ശരി ഉത്തരം നൽകി. അവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടിയത് 7D ക്ലാസ്സിലെ സഹറ ഫാത്തിമയാണ്. സഹറ ഫാത്തിമയ്ക്ക് അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ് സഹറ ഫാത്തിമ. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച സിസ്റ്ററിന് ഏറെ നന്ദി. കൂട്ടുകാരെ, ഇനി കേൾക്കാം അറിയാം ഇന്നത്തെ കറണ്ട് ക്ലിക്സ്. IMFൽ നിന്ന് പടിയിറങ്ങുന്ന എന്ന മലയാളിയായ വനിതാ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരാണ്? ഉത്തരം ഗീത ഗോപിനാഥ്. ഏത്
രാജ്യവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ സ്വതന്ത്ര വ്യാപാരം കരാർ ഉണ്ടാക്കിയത്? ഉത്തരം ബ്രിട്ടൻ. കൂട്ടുകാരെ, കറന്റ് ക്ലിക്സ് ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഈ ആഴ്ചയിലെ ചോദ്യം നാളെ ചോദിക്കുന്നതാണ്. വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഇസ് RJ അവന്തിക സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടത് FM മെഡോണ 39.25 പറയാം പാടാം കേട്ട് രസിക്കാം.